ആമയാണോ മുറിയാണെന്ന് അറിയാൻ പാടില്ല. ഒന്നൊന്നര മുതല എന്തുവാ രണ്ടുപേരുടെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ. ആണാ? പിന്നെ മീനുണ്ടോ? മീനുണ്ടോന്ന് നമ്മളുണ്ടോന്നല്ലോ ചോദിക്കണം. മീനുണ്ടോന്നോ ചോദിക്കണം. അയ്യോ അതല്ല, കറിക്ക് മീനുണ്ടോന്ന്. കറിക്ക് ഇല്ലാണ്ട് പിന്നെ സർക്കസ് കളിക്കാൻ മീനെ കൊണ്ടുപോകാറില്ല. വീട്ടിൽ പണിക്കാർ പയ്യന്മാരേക്ക് നമ്മൾക്ക് കറി വെച്ച് കൊടുക്കാനേ ഉച്ചക്ക്. എന്റെ വീട്ടിൽ കറി ഉണ്ടാക്കണം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളെന്തിനാ എൻ്റെ അടുക്ക വരുന്നത്? ഇയാളോട് ആണ്ട് ചോദിച്ചാണോ കാണുന്നല്ലേ? എന്റെ ചെറുക്കൻ ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ മറവി. നിന്റെ പേരെന്ത് പറയുന്നത്? എന്റെ പേര് പൂർണ്ണേന്ദ്രൻ. നാട്ടുകാർ അമാവാസി എന്ന് വിളിക്കണം അവനെ. എനിക്കറിയാൻ പറയാനായിട്ട് കേട്ടോ. ചേച്ചിനെ കണ്ടപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാ, എന്താ ചേച്ചി എന്തോ മാനസികമായ എന്തോ ബുദ്ധിമുട്ട് ചേച്ചി നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നുണ്ടല്ലോ അവളുടെ നെറ്റിയിൽ എന്താണ്ട് കൈ വെച്ചിട്ടുണ്ടോ? അല്ല, ദുഃഖം, സങ്കടം, ദുഃഖം. പിന്നെ ഞാൻ പറയട്ടെ, ഈ രമേശൻ പോയിട്ട് എത്ര കാലമായിട്ട് നീ പറ? രമേശൻ ഭർത്താവിന്റെ കാര്യമൊന്നും പറയാതിരിക്കും നല്ലത്. ഇന്നത്തെ കൂടെ കുട്ടി 6 മാസമായി അങ്ങേര് പോയിട്ട്. 6 മാസമായില്ലേ? ഒന്നും വേണ്ട, ഒരു കോയിൻ ബോക്സിൽ നിന്ന് 1 രൂപ ഇട്ടിട്ട് അങ്ങേർക്കൊന്ന് വിളിക്കാമല്ലോ. ആ പിള്ളേരുടെ ശബ്ദമെങ്കിലും കേൾക്കാൻ. ഞാൻ പിന്നെ ഓർക്ക് ഞാൻ പിണക്കമാണെന്ന് വിചാരിക്കാൻ എന്നോട് മിണ്ടുവാൻ വേണ്ട. ആ പിള്ളേരുടെ ശബ്ദമെങ്കിലും കേൾക്കാൻ അങ്ങേർക്കൊന്ന് വിളിക്കാം. അതൊക്കെ വിളിക്കാം. അതുപോലും ചെയ്തിട്ടില്ല അങ്ങേര് ഇതുവരെ. ശരിക്കും ഞാൻ പറയട്ടെ, എന്തായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? സംഭവം ഒന്നുമില്ലെന്ന്, നിസാര കേസാ. ഒരു ദിവസം പാതിരാത്രി പെരുമഴയത്ത് എന്റെ ഭർത്താവ് ഈ പറയുന്ന ആള് മൂക്കറ്റം കുടിച്ചോണ്ട് മഴയെ നനഞ്ഞ് കയറി വന്നിട്ട് എന്റെ മണിയറ വാതിലെ വന്നൊരു തട്ട്. മണിയറ വാതില? എന്റെ ഷെഡിന്റെ ഡോറെ വന്നൊരു തട്ട്. അപ്പൊ ഞാൻ പിള്ളേരുമായിട്ട് അകത്ത് രാജമാണിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ മറ്റേ ചെറുക്കൻ മഴയെ നനഞ്ഞ് കയറി വന്നേച്ച് എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് പറയത്തില്ല. കൃത്യം പറഞ്ഞ ആ സീനായി. അപ്പൊ ഞാനിത് കണ്ടു നേരെ ഇറങ്ങി ഡോർ അങ്ങോട്ട് തുറന്നു പുള്ളി മഴയെ നനഞ്ഞ് എന്നോട് ചോദിക്കുക, എന്റെ പിള്ളേരെത്തി, എനിക്ക് പിള്ളേരെ കാണണം. അപ്പൊ ആ സിനിമ കണ്ടേച്ച് വന്നിട്ട് ആ ഹാങ് ഓവർ ഞാൻ വെറുതെ ചോദിച്ചതാ, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തൊരു വേണം? ഇത് ചോദിച്ചത് മോന്ത ഈ കനോണ്ട് പിണങ്ങിയ ഒറ്റ പോക്കിറങ്ങി. പിന്നെ ഇന്നേ അവരെ വിളിച്ചിട്ട് പോലും ആകെപ്പാടെ ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ടൊന്നും നിന്നെ കണ്ടാ പറയത്തില്ലടി. നിങ്ങൾ അതൊന്നും പറയാതെ അതിങ്ങട് ഏതെടുക്കാൻ, ആ മീനിങ് എടുക്കാൻ. മീനിങ് പറയാനാ ഞാൻ വല്ലതും പറഞ്ഞ ഇന്നർ മീനിങ് ആയി പോലെ. അതല്ല, കറിക്കുള്ള മീനിങ് തരാൻ. ആ കറിക്കുള്ള മീനിങ് ഒക്കെ അവിടെ ഉണ്ട്. അമാവാസി ഇച്ചിരി മീൻ താടാ. ചേച്ചി മീനില്ല. എടാ കള്ളാതാ, 1 കിറ്റ് മീൻ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇത്തിരി മീൻ താടാ. ചേച്ചി ആ മീൻ കൊടുക്കാൻ വെച്ചിരിക്കല്ല. എടാ അതിക്ക് താടാ. ചേച്ചി അത് കൊടുക്കില്ല. പൈസ തരാൻ തരാം. 100 രൂപ. ഞാനോ? 100 രൂപ വേണം നീ ചേച്ചി. 100 രൂപ കൊണ്ട് 100 രൂപ നീ എന്റെ ഇത് മേടിക്കോ? 100 ചേച്ചി 100 രൂപ വേണം ചേച്ചി. ചെറുക്കാ സുന്ദര, നീ എന്റെ ഇത് മേടിക്കോ? 100 നോക്കടാ. ഒറ്റ അടിക്കണ വെച്ചിടാ. മീച്ചൊന്നുമില്ല നടക്കുക. വേണോ നിനക്ക് 100? നോക്കിയാ കൊണ്ടുപോകും. നീ പിടിച്ചു വെക്ക, ഞാൻ വരാം ഇടയ്ക്കൊക്കെ. പിടിച്ചു വെക്ക്, വരും ഞാൻ. മഹാപാവണെന്ന് നോക്കുന്നല്ലേ. അവരുടെ ജീവിതം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. രാവിലെ തന്നെ കൂറ്റാക്കോ ഒരു വെയിലത്ത് വന്നിരുന്ന് മീനെ പിടിച്ചും കരക്കാരെ വെണ്ണങ്കം കൊടുത്തു വിട്ട്. ഇയാളല്ല നിന്റെ ഈ ഒലിപ്പീര് സ്വഭാവം നിർത്തി. നീ എനിക്കറിയാം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. നിനക്കറിയാം നിന്റെ കാര്യം രാവിലെ ഓരോ അതെ അടുത്ത സംഭവം. ആ എത്തിയാ താലിമംഗളമാണ്. താലിമംഗളം സുന്ദരിയായി അണിഞ്ഞൊരുക്കി വരുന്ന എന്റെ മകൾ സൗഭാഗ്യയുടെ താലിമംഗളമാണ്. പരേതനായ പത്മനാഭന്റെ മകനും ജീവിച്ചിരിക്കുന്ന എന്റെ മകളും തമ്മിലുള്ള കല്യാണം നവംബർ 18 തിങ്കളാഴ്ച 10:30 ശുഭമുഹൂർത്തത്തിൽ സൗഭാഗ്യ. അണ്ണാ ഇതെന്താ പരിപാടി? എന്തായിരുന്നു? അതെ, എന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ കല്യാണ വിളി നടക്കും, ലോട്ടറി കച്ചവടം നടക്കും. ഇങ്ങനെ കല്യാണം വിളിക്കണ 1 കോടി രൂപ അടിച്ചാൽ പോലും ഈ കല്യാണം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ കേട്ടാ അടിയൊക്കെ കിട്ടാറുണ്ടോ? അടി കിട്ടാറുണ്ട്. എടുക്കണവര് ടിക്കറ്റിന് അടി കിട്ടാറുണ്ടോ? ടിക്കറ്റിന് അടി കിട്ടാറില്ല. കിട്ടാറില്ല. ഇല്ല ഇല്ല, അങ്ങനെ കിട്ടാതിരിക്കും. ഇതല്ലേ പരിവം. ഓരോ ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ എന്നാക്കുണ്ട് വിശേഷം? എന്നാണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം. ആണോ? നമ്മുടെ മോളുടെ കല്യാണോടെ. ആണോ? അത് ശരി. ഒരു വിശേഷം അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ഓണം ബമ്പർ എനിക്കായിരുന്നു. ആണോ? 1 കോടി രൂപ. 1 കോടിയാ? എന്നിട്ട് കാശ് ചെയ്ത് ഞാൻ പാവപ്പെട്ട പണക്കാർക്ക് കൊടുത്തു. ഓ എടാ, വെറുതെ പുള്ളുവടിക്കല്ലേട്ടാ. നീ ഇന്ന് വരെ എന്റെ അടുത്ത് ഒരു ടിക്കറ്റ് പോലും എടുത്തിട്ടുണ്ടാ. പിന്നെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നു. വെറുതെ പറ്റിക്കണ. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതെന്താ? ഇത് എന്തിന്റെ അല്ല ഇത്? ഇത് വല്ല കാക്കട പൂച്ചട ആയിരിക്കും. കാക്കടല്ല, ഇത്രയും വലിയല്ല. ഇത് കാക്കടല്ലൊന്നുമില്ല. ഇത് കാക്കടല്ലാണോ? അത് കാക്കടയും പൂച്ചടയും ഒന്നും അല്ല. പിന്നെ കാക്കടയും പൂച്ചടയും അല്ല. പിന്നെ എന്താണ്? ഇത് എനിക്ക് കാക്കയുടെ. പിന്നെ ഇതെന്താണ്? രമേശൻ പോയിട്ട് 6 മാസമായി എന്നല്ലേ ഇവള് ശീല പറഞ്ഞത്? അതിന് രമേശൻ പോയിട്ട് 6 മാസമായി. 6 മാസമായി. രമേശൻ എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? രമേശൻ എവിടെ പോയി? എവിടെ പോയി?
കുളത്തിപ്പോയെന്നാ രമേശിന്റെ എല്ലാണിത്. രമേശിന്റെ അല്ല ഇത്. അവൻ രമേശൻ മരിച്ചാ? പിന്നെ ഞാൻ നുണ പറയൂ? അയ്യോ നാട്ടുകാരെ, രമേശൻ മരിച്ചേ. എടി ശീലേ, പറയേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ എല്ലായിടത്തും ചെന്ന് പറയാം ആവശ്യമില്ലാത്ത കാര്യം. അല്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിന്റെ ചൂണ്ടയിലല്ലേ സാധനം കിട്ടിയത്. പോലീസുകാർ വരുമ്പോ നിന്നെ പിടിച്ചോളും. ഈ സാധനം എന്റെ കൈ ഇരിക്കണാണ് ഈ പ്രശ്നം. ആ. ഇതങ്ങോട്ട് കളഞ്ഞാൽ പ്രശ്നം തീർന്നല്ല. അങ്ങനെ തീരുമാനം. ഇതാണ് ഉളം ചാടി ചാടിയോ ചാട് മുങ്ങി തപ്പടവിടെ അങ്ങോട്ട്. എന്താ പ്രസിഡന്റ്? എല്ല് പോയി. ആര് പ്രസിഡന്റ്? എന്റെ അല്ലല്ല, എന്റെ കഴിഞ്ഞ ഇലക്ഷന് പോതാണല്ലോ. എത്തി കിട്ടിയിരിക്കാണ്. നിനക്കാണ് ഇത് രമേശന്റെ സംഭവം പറഞ്ഞു. അത് തന്നെ. ഇത് രമേശന്റെ പറഞ്ഞു. അതായത് ഈ രമേശിനെ കാണാനായിട്ട് 6 മാസം ആയല്ലോ. 6 മാസമായി. അപ്പൊ ശരിക്കും രമേശിന്റെ എല്ല് തന്നെയാണ്. നമ്മൾ ഇതെങ്ങനെ ഉറപ്പിക്കും? അതായത് ഒരു ദിവസം രാത്രി ഞാൻ ഇതിൽ നടന്നു പോവായിരുന്നു. അന്നേരം ബ്ലുക്കോ എന്നൊരു ശബ്ദം കേട്ട്. ബ്ലുക്കോ നല്ല ബ്ലുക്കോ എന്തോ കേട്ട്. പിറ്റേ ദിവസം ഒരു കരക്കമ്പി. എന്ത്? രമേശിനെ കാണാനില്ല. ഓ, ആ കരക്കമ്പ് ഞാനും കേട്ടാണ്. രമേശിന്റെ ഇല്ല് തന്നെയാണോ? ഉറപ്പിക്കാം. പക്ഷെ എനിക്ക് അതല്ല പ്രശ്നം. നമ്മളിത് ഷീലയോട് എങ്ങനെ പറയും? ഷീലോട് ആരാ പ്രസിഡന്റിനോട് പറഞ്ഞു? ലോട്ടറി കച്ചവടക്കാരൻ. അന്നാ പുള്ളിക്കാരൻ എല്ലാവരും ചെന്ന് പറഞ്ഞു. പറഞ്ഞോളൂല്ലേ? പിന്നെ മുങ്ങടപ്പന്മാരുടെ പ്രത്യേകത്തേക്ക് ഈ ഫോട്ടോ കാണുന്ന ആളാണ് രമേശൻ. രമേശന്റെ എല്ല് മാത്രം എടുക്കുക, വേറെ ഒന്നും സാധനങ്ങൾ എടുക്കേണ്ട കാര്യം. അല്ല, ഇത് പ്രസിഡന്റ് ഫോട്ടോ ആണല്ലോ. അയ്യോ, ഫോട്ടോ മാറിപ്പോയി. എന്താ നീ കിടന്ന് കഞ്ഞാ കുഞ്ഞാ പറഞ്ഞത്? കുറച്ചുകൂടി ഞാൻ ചാടി. എനിക്ക് ഇതിന്റെ പിന്നെ അവനിപ്പോ ചാടി. ഞാൻ അവന്റെ എല്ല് പറക്കാൻ ആളെ കൊണ്ടുവരേണ്ടി വരുമോ? ശീല വരുന്നത്. ആരേലും ഒന്ന് കാണിച്ചതായോ? ആരേലും ഒന്ന് കാണിച്ചതായോ? ശീല കരയല്ലേ? ശീല കരയാമ? കരയല്ലേ? സൈക്കിളില്ല. സൈക്കിളില്ല. ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. അവരുടെ കരയിലെ കരയിലെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാം. ഇപ്പൊ രമേശൻ പോയ പാർക്ക് പോയി, പാവൻ ഷീലക്ക് പോയി. എന്തായാലും ഒരു പണിയെ രമേശന്റെ കിട്ടിയതെന്താന്ന് കിട്ടിയതെന്താന്ന് വെച്ചാ കാണിച്ചു കൊടുക്കും. കരയേണ്ട പരിഹാരമുണ്ടല്ലോ. അയ്യോ, അവിടെ വെക്കല്ലേ. അവിടെ തുറുമ്പോ ഇങ്ങോട്ട് മാറ്റി വെച്ചല്ലോ. ശീല കണ്ടല്ലോ. ശീലേ ഇവനാണ് രമേശന്റെ ആദ്യം കുളത്തിൽ നിന്ന് എടുത്തത്. ഞാൻ ബുദ്ധിപൂർവ്വം ചൂണ്ടെ പൊക്കിയെടുക്കായിരുന്നു. അവസാനം ഉന്നമിച്ച് നീ എന്റെ ചേട്ടനാ ചൂണ്ടക്കോർത്തെടുക്കണ്ടാ. പോയൊരു ഫോട്ടോ ഞാനില്ല കൂടെ. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒന്ന് സമാധാനപ്പെടുത്തിക്കോട്ടെ. നീ കൂടെ പറഞ്ഞ നീ അവിടെ എന്റെ സമാധാനം പോകും. എന്തായാലും രമേശന്റെ എല്ല് കിട്ടി. രമേശന്റെ എല്ല് കിട്ടിയ സ്ഥിതിക്ക് ഇതിന്റെ പേരിൽ ഞാൻ ഒരു അനുശോചന യോഗം തന്നെ കൂടും. പ്രസിഡന്റ്, ഈ പെരാത്തുമ്പോ തന്നെ വാഴണം. അതല്ലടാ, മൗനജാഥ. മൗന പ്രാർത്ഥന. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് രമേശന്റെ ആത്മാവിന് വേണ്ടിയുള്ള മൗന പ്രാർത്ഥനയാണ്. ആരും മിണ്ടരുത്. മൗന പ്രാർത്ഥനയാണ്. മുങ്ങിക്കിടക്കുന്നവരൊക്കെ പൊങ്ങിക്കോ, അല്ലെങ്കിൽ ചത്തു കേട്ടോ. മൗന പ്രാർത്ഥന. നിന്റെ വായ നാക്കോട് വാലിട്ട് മീ മാർക്കറ്റാ. കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഭർത്താവായി കിടക്കുന്നേന്ന് തോന്നുമല്ലോ. അല്ല, ഇവിടെ കുടുംബശ്രീ കൂടിയൊക്കെ. അപ്പൊ ആരും മിണ്ടരുത്. രമേശിന്റെ ആത്മാവിന് വേണ്ടിയുള്ള മൗന പ്രാർത്ഥനയാണ്. ആരും മിണ്ടരുത്. രമേശിന്റെ ആത്മാവിനോടുള്ള മൗന പ്രാർത്ഥനയാണ് ഇത്. നീ എന്നെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? അല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നപ്പോ ഇവിടെ സമാനം കൊടുത്തിട്ടുള്ളൂ. അയ്യോ അണ്ണാ, ഈ അവസരത്തിൽ എന്തെങ്കിലും ഒന്നും പറയല്ലേ. എന്റെ വായി വരുന്ന പോലെ പച്ച തെരുവെല്ലാം വിളിക്കാൻ പറയും ഞാൻ. ആരും പോലെ ഉണ്ടാക്കരുത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കാര്യം പറയാനുണ്ട്. എന്തായാലും രമേശൻ കുളത്തിലോട്ട് പോയി. കുളത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, രമേശിനെ കുറിച്ച് പറയണം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ഈ എല്ല് ആദ്യമായിട്ട് കുളത്തിൽ നിന്ന് കണ്ടെടുത്തത് നമ്മുടെ നാടിന്റെ അഭിമാനിയായ ഈ അമാവാസിയാണ്. പൂർണ്ണയന്ത്രൻ. ഞങ്ങൾക്കൂടെ തോന്നണ്ടേ. എന്തായാലും വേറൊരു കാര്യം പറയാനുണ്ട്. ഈ ഗോപി, ഒടക്കു ഗോപി,
ഈ ഗോപി എപ്പോഴും ഈ കുളക്കരെ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാരും ചോദിക്കാറുണ്ട് ഇവൻ എന്തിനാണ് ഒരു പണിക്കും പോകാതെ 24 മണിക്കൂർ വന്നിരിക്കണത്. എല്ലാരും ചോദിക്കും ചുമ്മാ. പക്ഷെ നമ്മളെല്ലാരും ഒരു കാര്യം ഓർക്കണം, ഒരു ദിവസം രാത്രി രമേശൻ ഈ വഴി കൂടെ നടന്നു പോയപ്പോൾ ഈ കുളത്തിലേക്ക് പ്ലുക്ക എന്ന് പറഞ്ഞാണ് ഈ ഉടക്കു ഗോപിയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ എന്തായാലും പോലീസുകാർ വരുവാണെങ്കിൽ നമുക്ക് 2 പ്രതികളെയും ഒരുമിച്ച് പിടിച്ചു കൊടുക്കാവുന്നതാണ്. പോലീസുകാർ വന്നില്ലല്ലോ, എടാ വരുമ്പോ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം. അപ്പൊ രമേശന്റെ കാര്യം, രമേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് രമേശൻ? എന്നറിയാം, ഞാൻ രമേശനെ കുറിച്ച് പറഞ്ഞു വരിക. ഈ രമേശനെ കുറിച്ച് പറയുകയാണെങ്കിൽ രമേശന്റെ നഗ്നമായോ എടാ നഗ്നമായ ഒരു എല്ലല്ലേ കിടക്കണം. നീക്ക് എന്നെ കൂടെ തെറ്റിക്കാനുള്ള പരിപാടിയാണ്. രമേശനെ കുറിച്ച് പറയാം. രമേശൻ ഇന്നാളൊരു ദിവസം എൻ്റെ അടുത്ത് വരികയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് എന്റെ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ എൻ്റെ ഇല്ലായിരുന്നില്ല. ഞാൻ കൃത്യം 75,000 രൂപ എണ്ണി രമേശന്റെ കയ്യിൽ കൊടുത്തതാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവുണ്ട്? എടാ 75,000 നോട്ടല്ലേ എണ്ണി കൊടുത്തത്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പ്രസിഡന്റ് നുണ പറയാന്ന് ഇവരെല്ലാരും വിചാരിച്ചേനെ. എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 75,000 രൂപ ഷീല എനിക്ക് തരണ്ട. ഷീലേ കോളടിച്ചല്ലോ. മറിച്ച് 50,000 രൂപ ഇന്നാണ് ദിവസം രമേശൻ പഞ്ചായത്തിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി പ്രസിഡന്റ് എനിക്ക് വീട് വെക്കാൻ ലോൺ വേണം എന്ന് പറഞ്ഞു. എനിക്ക് ആരും തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രമേശ നീ പേടിക്കണ്ട, നിനക്ക് ലോൺ ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഗഡു കൊടുത്തു, അങ്ങനെ രണ്ടാമത്തെ ഗഡു കൊടുത്തു. ഒരു കാര്യം ചെയ്താലോ, രണ്ടാമത്തെ ലഡു കിട്ടിയ സ്ഥിതിക്ക് ഈ മുങ്ങണവന്മാർക്ക് കൊടുത്താലോ? അയ്യോ ലഡു മേടിച്ച് കൊടുക്കല്ലേ, എന്താ ഷുഗറാണ്, എനിക്ക് ഷുഗറാണ്. എന്തായാലും ഷീലയ്ക്ക് ഞാൻ 3ാമത്തെ ഗഡു കൊടുക്കും. കൊടുക്കണം. ഞങ്ങൾ അവിടെ വീട് വെക്കണം. ഞങ്ങൾ അവിടെ പാല് കാച്ചണം. ഞങ്ങൾ അവിടെ ഒരുമിച്ച് താമസിക്കും. എന്റെ പ്രസിഡന്റ് ഈ സമയത്താണ് ഇവരുടെ വർത്തമാനങ്ങൾ പറഞ്ഞത്. ഇനി ഏത് സമയത്ത് പറയാനാണ്? സഞ്ചാരത്തിന് കഴിയട്ടെ പ്രസിഡന്റ്. എന്തായാലും എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. ഷീല നീ എന്നിട്ട് വന്നു. അയ്യോ ഞാൻ ചോദിച്ചോട്ടെ, അയ്യോ എന്നെ വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട്